ഇവിടെയുള്ളത് BSc ഫിസിക്സ്, അവിടെയുള്ളതും BSc ഫിസിക്സ് തന്നെ. ഇവിടെ ഉള്ളതും കെമിസ്ട്രി, അവിടെയുള്ളതും കെമിസ്ട്രി തന്നെ. ഇവിടെയും ഇക്കണോമിക്സ്, അവിടെയും ഇക്കണോമിക്സ്. എന്താ ഇപ്പോൾ പുറത്ത് പോയി പഠിക്കുന്നത് കൊണ്ടുള്ള വ്യത്യാസം? പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഒന്ന് തന്നെയല്ലേ, കോളേജുകളും സാഹചര്യങ്ങളും മാറുന്നു എന്നേ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ പഠിച്ചാൽ പോരെ, എന്തിനീ പിള്ളേർ പുറത്തേക്ക് പോകുന്നത് എന്ന് സ്വാഭാവികമായിട്ടും നിഷ്കളങ്കരായ ഒരുപാട് രക്ഷിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് പുറത്ത് പഠിക്കുന്നത് കൊണ്ടുള്ള മെച്ചം? അല്ലെങ്കിൽ പുറത്ത് പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതിൻ്റെ ലക്ഷ്യമായിട്ട് കാണേണ്ട കുറേ ഘടകങ്ങളുണ്ട്. എന്തുകൊണ്ട് പുറത്ത് പഠിക്കുന്നു എന്നതിൻ്റെ ഘടകങ്ങൾ, അതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഘടകങ്ങൾ, ആ ഘടകങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് പുറത്ത് പഠിക്കുന്നത് കൊണ്ടുള്ള മെച്ചം? ആദ്യം തന്നെ അടിവരയിട്ട് പറയട്ടെ, കേരളത്തിന് പുറത്തായാലും അകത്തായാലും എവിടെയായാലും ബേസിക് ഡിഗ്രി അടിസ്ഥാന ശാസ്ത്ര പ്രോഗ്രാമുകൾ, അത് ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും അതുപോലെ തന്നെ സയൻസ് ആയാലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, ഇത്തരം സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അത്തരം സബ്ജക്റ്റുകൾക്ക് ഒന്നുകിൽ ഗവേഷണ സാധ്യതകൾ അല്ലെങ്കിൽ അധ്യാപനം, ഈ രണ്ട് ഓപ്ഷൻ അപ്പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ്. ഉദാഹരണത്തിന് ഫിസിക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻ്റായിട്ട് അപ്ലൈ ചെയ്യാം, അതിനുവേണ്ടി ശ്രമിക്കാം. കെമിസ്ട്രി കഴിഞ്ഞ ഒരാൾക്ക് ഫോറൻസിക് അസിസ്റ്റൻ്റായിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ ഇക്കണോമിക്സ് പഠിച്ച ആൾക്ക് ഇക്കണോമിക് അനലിസ്റ്റ് ആയിട്ട് വരാം. മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ച ആളുകൾക്ക് ഡേറ്റ അനലിസ്റ്റ് ഒക്കെ ആയിട്ട്, അങ്ങനെയൊക്കെ പല ജോബ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അതിനൊക്കെ മുന്നൊരുക്കങ്ങൾ ധാരാളം ആവശ്യമാണ്. ഈ ബൈ പ്രോഡക്റ്റുകളെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. ഈ മുന്നൊരുക്കങ്ങൾക്ക് സഹായിക്കുന്നു എന്നതാണ് കേന്ദ്ര സർവകലാശാലകളുടെയോ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളുടെയോ പശ്ചാത്തലം ഒരുക്കുന്ന ഒരു പ്രത്യേകത. അത് അല്ലെങ്കിൽ അത് തരുന്നൊരു ബെനഫിറ്റ് അതാണ്. ഈ ബെനഫിറ്റിനെ യൂസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ തീർച്ചയായിട്ടും പുറത്ത് പഠിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. എന്ന് മാത്രമല്ല, അടിസ്ഥാന ശാസ്ത്ര സബ്ജക്റ്റുകളിൽ അതല്ലാത്ത ടീച്ചിങ്ങും ഗവേഷണവും അല്ലാത്ത ജോബ് ഓപ്പർച്യൂണിറ്റീസിന് ട്രൈ ചെയ്യാൻ മികച്ച അവസരം ഒരുക്കുന്നു എന്നതാണ് ഈ കേന്ദ്ര സർവകലാശാലകൾ അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളുടെ പ്രത്യേകത. ഇനി മറ്റൊന്ന്, ഈ ഗവേഷണ പഠനം ഒട്ടുമിക്ക കേന്ദ്ര സർവകലാശാലകളും ഹോണേഴ്സ് ഡിഗ്രികളാണ് കൊടുക്കുന്നത്. ഈ ഹോണേഴ്സ് ഡിഗ്രികളുടെ പ്രത്യേകത ഗവേഷണ പഠന താല്പര്യങ്ങളെയും ഗവേഷണ സാധ്യതകളെയും നന്നായി ഉപയോഗപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അധിക ഓണേഴ്സ് കോഴ്സുകളും ഗവേഷണ പഠനം റിസർച്ച് ഓറിയന്റഡ് ആണ്. അസൈൻമെന്റുകൾ, പ്രോജക്റ്റുകൾ. അപ്പോൾ ഗവേഷണ താല്പര്യമുള്ള ആളുകളുടെ താല്പര്യങ്ങളെ നന്നാക്കുന്നു, അതല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കുന്നു, അതിനുള്ള പശ്ചാത്തലം ഒരുക്കുന്നു, അതിനുള്ള അടിസ്ഥാന നിയമങ്ങളും അതുപോലെ തന്നെ അടിസ്ഥാനങ്ങളും തരുന്നു എന്നതാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ അല്ലെങ്കിൽ അവിടെയുള്ള മികച്ച ഹോണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകളുടെ ഒരു പ്രത്യേകത. അത് പഠിക്കുന്ന ആളുകൾക്ക്, ഗവേഷണ താല്പര്യമുള്ള ആളുകൾക്ക് അതിനൊരു സുശക്തമായ ഒരു അടിത്തറ പാകാൻ കഴിയുന്നു എന്നതാണ്. പഠനത്തിൻ്റെ ഭാഗമായി തന്നെ അത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്നില്ല എന്നതുകൊണ്ടാണ് പുറത്തു പോയി പഠിക്കുന്നത് നന്നാവുമെന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പല യൂണിവേഴ്സിറ്റികളും ഈ അടിസ്ഥാന ശാസ്ത്ര സബ്ജക്റ്റുകളിലോ അല്ലെങ്കിൽ ശാസ്ത്ര സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ വെറും സയൻസ് മാത്രമല്ല, ഹ്യൂമാനിറ്റീസും ഇക്കണോമിക്സും ഹ്യൂമാനിറ്റീസ് തന്നെയുള്ള ഇക്കണോമിക്സ് ഒക്കെ പോലുള്ള സബ്ജക്റ്റുകളോ സോഷ്യോളജി പോലുള്ള സബ്ജക്റ്റുകളോ ദെൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ളതോ BCom ഒക്കെ പോലുള്ള ഡിഗ്രികൾ പഠിച്ച് കഴിഞ്ഞ മികവോടെ പഠിച്ച് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല പ്ലേസ്മെന്റ് കൊടുക്കുന്ന കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ശ്രീറാം കോളേജ് പോലെ, ഹൻസ്രാജ് പോലെ, രാംജാസ് പോലെ, ഹിന്ദു കോളേജ് പോലെ. പക്ഷെ ഇവിടെയൊക്കെ അക്കാദമിക മികവ് പുലർത്തുന്ന ആളുകൾക്കാണ് സാധ്യത. മാത്രമല്ല 33 ലക്ഷം വരെയൊക്കെ സാലറി ശമ്പളത്തോടെ പ്ലേസ്മെന്റ് കൊടുത്ത ചരിത്രമുണ്ട്. അതുകൊണ്ട് ഈ സാധ്യതകൾ നമ്മളുടെ നാട്ടിലെ കോളേജുകളേക്കാൾ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു എന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത അതാണ്. ഇനി മറ്റൊന്ന്, ഒരുപാട് സ്വകാര്യ സർവകലാശാലകൾ നാട്ടിൽ വരുന്നുണ്ട്. ഈ സ്വകാര്യ സർവകലാശാലകൾ അധ്യാപനം താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യം പറഞ്ഞാൽ അതൊരു നല്ല അടയാളമാണ്. കാരണം ഒട്ടുമിക്ക ഈ സ്വകാര്യ സർവകലാശാലകൾക്കും ഇടയിലുള്ള വളരെ ആരോഗ്യപരമായ കോമ്പറ്റീഷൻ, മത്സര ബുദ്ധി കാരണം ഏറ്റവും മികച്ച ആളുകളെ അധ്യാപനത്തിൽ നിയമിക്കുകയും നല്ല സാലറി ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇക്കണോമിക്സിൽ 17 ലക്ഷം രൂപ സാലറി വാങ്ങി വർക്ക് ചെയ്യുന്ന അധ്യാപകനെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ഈ സർവകലാശാലകൾ സെലക്ട് ചെയ്യണമെങ്കിൽ കേന്ദ്ര സർവകലാശാലകളിൽ നിന്ന് ഡിഗ്രിയോ PGയോ ഒക്കെ കഴിഞ്ഞ് വിദേശ ഫെലോഷിപ്പുകളൊക്കെ കിട്ടി വിദേശത്തൊക്കെ പോയി പഠിച്ച് വന്ന ആളുകൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റും. ദെൻ മറ്റൊന്ന്, അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഒട്ടുമിക്ക കേന്ദ്ര സർവകലാശാലകളിലും ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിലും ലൈബ്രറി, ഫാക്കൾട്ടി, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ രാജ്യാന്തര തലത്തിൽ തന്നെ മികച്ചതാണ്. വിദേശത്തു നിന്ന് വരെ വിസിറ്റിംഗ് ഫെല്ലോകളും വിസിറ്റിംഗ് ഫാക്കൽറ്റികളും വന്ന് ക്ലാസ് എടുക്കുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു എന്നതൊക്കെ രസകരമായ അക്കാദമിക മികവിന് നിങ്ങൾക്ക് അടിസ്ഥാനം ഒരുക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. മറ്റൊന്ന്, എല്ലാ കേന്ദ്ര സർവകലാശാലകളും സ്ഥാപനങ്ങളും ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളും എടുത്തു നോക്ക്. രസകരമായ ഒരു വസ്തുത എന്താ? വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ജാതി, മത, സംസ്കാര വൈവിധ്യങ്ങൾ നിലനിർത്തുന്ന മേഖലകളിൽ നിന്ന് ഒട്ടേറെ ആളുകൾ ഒന്നിച്ച് വന്ന് കൂടി നിൽക്കുന്ന ഒരു മിനി ഇന്ത്യ എന്ന് വേണമെങ്കിൽ ഓരോ ക്യാമ്പസിനെയും നമുക്ക് പറയാം. അവിടങ്ങളിൽ വിദ്യാർത്ഥികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പുതിയ ലോകങ്ങൾ തുറന്നു കിട്ടുന്നു, നിങ്ങൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നു, പുതിയ കൾച്ചറും പുതിയ സംസ്കാരവും പുതിയ രീതികളും പഠിക്കാൻ നിങ്ങൾ ലോകം തുറന്നു കിട്ടുന്നു എന്നതാണ് കേന്ദ്ര സർവകലാശാലകളുടെ മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം വളരെ രസകരമായ മറ്റൊന്ന്, അക്കാദമിക പശ്ചാത്തലങ്ങൾ, പല അന്താരാഷ്ട്ര ചർച്ചകൾ വരെ ക്യാമ്പസുകളിൽ നടക്കുന്നു എന്നതും ക്യാമ്പസ് കുറച്ചുകൂടി വൈവിധ്യമാർന്ന ഒരു മേഖലയായി മാറുന്നു എന്നതും നിങ്ങളുടെ മികവിന് അടിത്തറയിടുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, വിദേശത്തൊക്കെ പോയി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ് എങ്കിൽ, ഇനി അതൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല എങ്കിൽ പോലും വിദേശ സർവകലാശാലകളിൽ അക്കാദമിക മികവ് പുലർത്തുന്ന ആളുകൾ, അതോടൊപ്പം കരിക്കുലർ ആക്ടിവിറ്റീസിലും പാഠ്യേതര വിഭാഗങ്ങളിലൊക്കെ മികവ് പുലർത്തുന്ന ആളുകൾക്കും ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും വിദേശ ഫെലോഷിപ്പുകൾ കൊടുക്കുന്നു, നല്ല സ്കോളർഷിപ്പോടെ അതിനുള്ള സാഹചര്യമെങ്കിലും ഒരുക്കുന്നു എന്നതാണ് ഈ കേന്ദ്ര സർവകലാശാലകളുടെ മറ്റൊരു പ്രത്യേകത. ഇനി വിദ്യാർത്ഥികൾ എന്ന നിലക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡൽഹിയൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ, കൊൽക്കട്ടയിലും മുംബൈയിലും ചെന്നൈയിലും പോണ്ടിച്ചേരിയിലും ഹൈദരാബാദിലും ഒക്കെ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പശ്ചാത്തല സൗകര്യമാണ്. ഇത്തരം സൗകര്യങ്ങളെ മാക്സിമം യൂസ് ചെയ്ത് ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പഠനം നല്ലതാണോ അല്ലേ എന്നുള്ളതിന് മറ്റൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതാവുന്നു. ഇനി നോക്കിയാൽ നിങ്ങൾ ഡിഗ്രിയൊക്കെ പഠിച്ച് ഈ അടിസ്ഥാന ഡിഗ്രികൾ പഠിക്കാൻ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഡിഗ്രി അല്ല എൻ്റെ മേഖല ഇതല്ല, ഇക്കണോമിക്സ് പഠിച്ചു, ഇക്കണോമിക്സ് അല്ല, അതല്ലെങ്കിൽ സോഷ്യോളജി പഠിച്ചു, സോഷ്യോളജി ഇല്ല, ഫിസിക്സ് പഠിച്ചു, ഫിസിക്സ് അല്ല എൻ്റെ മേഖല എന്ന് തോന്നുന്നിടത്ത് മറ്റ് ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. ഇപ്പോൾ ഫിസിക്സ് പഠിച്ച ഒരാൾക്ക് വേണമെങ്കിൽ സൗണ്ട് റെക്കോർഡിംഗ്, സൗണ്ട് എഞ്ചിനീയറിംഗിലേക്ക് പോകാം, അവർക്ക് വേണമെങ്കിൽ ഫൗണ്ടറി ആൻഡ് ഫോർജിലേക്ക് പോകാം, കെമിസ്ട്രിക്കാർക്ക് പ്ലാസ്റ്റിക് ടെക്നോളജിയിലേക്ക് പോകാം, പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താൻ പറ്റും, ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിലേക്കും പുതിയ മേഖലകളിലേക്കും മാറാനുള്ള കഴിവുകൾ, മാറാനുള്ള ഒരു സാഹചര്യവും ഒരുക്കി തരുന്നു എന്നതാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, ഇതിനൊക്കെ പുറമെ ഡിഗ്രി കഴിഞ്ഞാലുള്ള ഒരുപാട് രസകരമായ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റി, പുതിയ ലോകം, പുതിയ മേഖലകൾ, പുതിയ ആകാശങ്ങൾ തുറന്നു തരുന്നു എന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത. ഭാഷാ വൈവിധ്യങ്ങൾ പഠിക്കാനും പുതിയ ഭാഷ പഠിക്കാനും ഒക്കെ സാഹചര്യം ഒരുക്കുന്നു. ഈ സാഹചര്യങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ആവണം. അങ്ങനെ ആയാൽ മാത്രമേ പുറത്ത് പഠിക്കുന്നത് കൊണ്ട് മെച്ചമുണ്ടാകൂ, ഉപകാരപ്പെടൂ. മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം. Career Guru, molding your future.